അടുത്തത് കർക്കിടകക്കൂടാണ്. ക്യാൻസർ എന്നാണ് അതിന് ഇംഗ്ലീഷിലുള്ള നാമം. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് മീനത്തിലാണ് ശനി, അതായത് 9ാം ഭാവത്തിൽ ആണ്. അഷ്ടമാധിപനായിട്ടുള്ള ശനിയാണ് 9ൽ ഉള്ളത്. പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകും. എന്ന് മാത്രമല്ല അവനവന് കിട്ടേണ്ടതായിട്ടുള്ള പല അനുഭവങ്ങളും അത് ഇല്ലാതെ വരാൻ ഉള്ള സാധ്യതയും ഉണ്ട്. ജോലി രംഗത്തോ പ്രവർത്തന രംഗത്തോ ഒക്കെ കാര്യങ്ങൾ കുറച്ചൊരു മന്ദഗതിയിലാണ് നടക്കുന്നത്. സ്ഥിര ചിത്തതയോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. മെയ് 11 ശേഷം കുജൻ മാറുമ്പോൾ കുറച്ച് ഈ സമ്മർദ്ദങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയും. അത് മേടത്തിലേക്ക് മാറും. അപ്പോൾ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ടാണെങ്കിലും അവർക്ക് വരവിൽ കൂടുതൽ ചിലവ് ഉണ്ടാകുന്ന കാലമാണ്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്രതീക്ഷിത ചില ചിലവുകളും കുടുംബ സംബന്ധമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. കുറച്ചൊരു നിയന്ത്രണം സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അഥവാ അത് അനിവാര്യമാണ്, അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും കുറച്ച് അഭിപ്രായ ഭിന്നതകൾ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുറച്ചൊരു സഹനത്തോടു കൂടി അവയെ സമീപിച്ചാൽ പരിഹരിക്കാവുന്നത് തന്നെയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദവും ഉറക്കക്കുറവും മൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ, അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ ഇത് കണക്കിലെടുക്കേണ്ടതാണ്. ഉറക്കക്കുറവോ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനെ കഴിയുന്നത്ര വർജിച്ച് ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. ശിവനെ പൂജിക്കുക, ശിവമന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവന് പാല് കൊണ്ടുള്ള അഭിഷേകം നടത്തുക, അഥവാ പാല് പൂജ ചെയ്യുന്നവർക്ക്, ശിവപൂജ ചെയ്യുന്നവർക്ക് പാല് ദാനം ചെയ്യുക, അഥവാ ശിവക്ഷേത്രത്തിൽ പാല് സമർപ്പിക്കുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്.